ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണെന്നുള്ളത് ചുരുക്കി ഞാൻ പറയാം കേട്ടോ. നമ്മുടെ സച്ചി പറഞ്ഞ പ്രകാരം രേവതി മീരയോട് പോയി സംസാരിക്കുന്ന സമയത്ത് മീര അമ്പിനും തുമ്പിനും എടുക്കാത്ത രീതിക്കാണല്ലോ രേവതിക്ക് മറുപടി കൊടുക്കുന്നത്. അതിനുശേഷം രേവതി സച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി പറഞ്ഞ എല്ലാം തന്നെ കള്ളത്തരങ്ങളായിരുന്നു. ഞാൻ മീരയോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അതുമായി ബന്ധപ്പെടാത്ത രീതിക്കാണ് മീര ഉത്തരം നൽകിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്കും രേവതിക്ക് ഏകദേശം മനസ്സിലാവുകയാണ് ശ്രുതി പറഞ്ഞതെല്ലാം തന്നെ കള്ളക്കഥകളായിരുന്നു എന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തെളിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഒരു കുബുദ്ധി, സച്ചിക്കായിട്ട് തന്നെ ഒരു കുബുദ്ധി തോന്നുകയാണ്. സച്ചി രേവതിയോട്ട് പറയുന്നുണ്ട്, രേവതി ഇത് തെളിയിക്കണമെന്നാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് വെക്കേണ്ടതുണ്ട്, അതും മലേഷ്യയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നടക്കണമല്ല കാര്യമുണ്ട് പറയണ്ട സച്ചിയായിട്ട്, അങ്ങോട്ടേക്ക് പോകണം നല്ല ചിലവാണെന്ന് പറയുമ്പോഴത്തേക്കും അല്ല പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ പോകുന്നതായിട്ട് അഭിനയിക്കുന്നു. അതോടുകൂടി തന്നെ ഏകദേശം പാലക്കാടത്തിയുടെ അവസ്ഥ വളരെ ദയനീയമാകുന്നതായിരിക്കും. അവരെങ്ങനെയെങ്കിലും ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമുക്കെന്തായാലും ഈ ഒരു പദ്ധതി ചെയ്ത് നോക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ. അങ്ങനെ സച്ചി എന്നതിന് ശേഷം രവിയെയും അതുപോലെ തന്നെ ശ്രുതി എല്ലാം അങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുന്ന എന്നിട്ട് തൻ്റെ പ്ലാനിങ്, അതായത് ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഞങ്ങൾ ഇതുവരെ ഹണിമൂൺ ആഘോഷിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ പോകാൻ പോകുന്നത് മലേഷ്യയിലേക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ മാറി നമ്മുടെ സച്ചി രവിയെയും നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല കൂടെ തന്നെ രവിയെയും ചന്ദ്രയും കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ചന്ദ്രൻ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും മലേഷ്യയിലേക്കാണോ പോകുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രുതിയുടെ നാട്ടിലേക്കാണല്ലോ ചെല്ലുന്നത്. ശ്രുതിയുടെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ, ശ്രുതിക്ക് എന്തോരം സ്വത്തുവരകളുണ്ടെന്നൊക്കെ മനസ്സിലാക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഈ ഒരു സമയം തന്നെ ശ്രുതി പറയുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ പൈസ നീ എങ്ങനെ ലോപ്പിച്ചെടുക്കണം, പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ചിലവ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. മാത്രമല്ല ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പോലും നീ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്തിനെ പേടിക്കുന്നത്, നമ്മുടെ പാർലർ അടുത്തൊരു നാട് മലേഷ്യയിലെ അവിടെ ചെന്നതിന് ശേഷം വലിയ ബംഗ്ലാവാണെന്നല്ലേ പറഞ്ഞ പാർലർ അടുത്തേക്ക്, അവിടെ എന്തോട്ട് 20ഓളം വേലക്കാരും ഉണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ 4 പേര് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ താമസിക്കാനൊക്കെ സ്ഥലമുണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും പറയുന്നുണ്ട്, അതെ എൻ്റെ മരുമകളുടെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിനി വേറെ വാടകയ്ക്കൊന്നും വീടും നോക്കുകയൊന്നും വേണ്ട, അത് തന്നെയാണ് നല്ല കാര്യമെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. കൂടുതൽ തന്നെ സച്ചി പറയുകയാണ്, അവിടെ ചെന്നതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യങ്ങളൊക്കെ കൂടി ചെയ്യേണ്ടതുണ്ട്. ജയിലിൽ കിടക്കുന്ന പാർലറായിട്ട് അച്ഛനെ പോയി കാണണമെന്ന് പറയുമ്പോൾ രവിയും അത് ശരിവെക്കാണ്ട് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഭൂമി തുറന്ന് അങ്ങ് താഴത്തേക്ക് പോയാൽ മതിയെന്ന് വരും തോന്നുകയാണ്. ആ ഒരു സമയത്തും ശ്രുതി ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മലേഷ്യയിലേക്കൊന്നും പോകുമൊന്നും വേണ്ട, സിംഗപ്പൂരാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സച്ചി രേവതിയും പറയുകയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്, അവിടെ തന്നെയാണ് പോകുന്നതെന്ന് പറയുകയാണെ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ ഭാവങ്ങളെല്ലാം തന്നെ സച്ചി രേവതിയും നോക്കുന്നുണ്ട്. ശ്രുതി പോയത് തൊട്ട് പിന്നാലെ ശ്രുതിയും ചെന്നതിന് ശേഷം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അവരെല്ലാം മലേഷ്യയിലേക്ക് പോകേണ്ടത്, നമ്മളായിരുന്നു ആദ്യം പോകേണ്ടിരുന്നത്, എന്തായാലും എത്രയും വേഗം നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ശ്രുതി ആകട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സച്ചിയും രേവതിയും മലേഷ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൻ്റെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിയുമെന്നുള്ളത് ഒരു സങ്കടത്തോടെയും പേടിയോടും കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതേ സമയം തന്നെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നെന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ അമ്മയോട് അച്ഛനോട് ഇങ്ങനെ ചെയ്യേണ്ടതിരുന്നില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേ സാരമില്ല രേവതി, നമുക്ക് എന്തായാലും പതിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം. അവൾ ചെയ്ത കള്ളത്തരങ്ങളാണെങ്കിൽ ശ്രുതിയായി തന്നെ ഈ ഒരു പ്ലാനിങ്, നമ്മുടെ മലേഷ്യയിലേക്ക് പോകാനുള്ള പ്ലാനിങ് എല്ലാം തന്നെ തകർത്തോളുമെന്ന് സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല സച്ചി രേവതി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ എഴുതിയിൽ എണ്ണ ഒഴിച്ചപ്പോഴാണ് നിൽക്കുന്നത്, കുറച്ചും കൂടി ആളിക്കത്തണമെന്നാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കുട്ടികൊണ്ട് ഹാളിലേക്ക് എത്തിയതിന് ശേഷം രവിയോടും ചന്ദ്രയോടായിട്ട് പറയുന്നത്, നമ്മൾ എത്രയും വേഗം പോവുകയാണ്, പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാൽ നമുക്ക് നാളെ പോയാലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, എൻ്റെ അമ്മ അങ്ങോട്ട് കൂടി പാസ്പോർട്ട് വേണമെന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. പാസ്പോർട്ടിനൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഞങ്ങൾ പോകുന്നതായിരിക്കും, അവിടെ ചെന്നതിന് ശേഷം വേണം, ഒരുപാട് നാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങളില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ അങ്ങ് പേടിച്ച് വരച്ച് നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.